ഒരു ചെറിയ പച്ചപ്പുള്ള ഗ്രാമത്തിൽ രാമു എന്ന 10 വയസ്സുള്ള ആൺകുട്ടി താമസിച്ചിരുന്നു. അവൻ തന്റെ അച്ഛനമ്മയോടൊപ്പം ചെറിയ വയലിൽ കൃഷി ചെയ്തു വരികയായിരുന്നു. മുഴുവൻ ഗ്രാമവും വളരെ ഒന്നിച്ചിരുന്നു. രാവിലെ എല്ലാവരും ഒരുമിച്ച് വയലിലേക്ക് പോകും. വൈകുന്നേരം മരത്തടിയിലിരുന്ന് കഥകൾ പറഞ്ഞു സന്തോഷിക്കും. ആ വർഷം മഴ വളരെ കുറവായിരുന്നു. വയലുകൾ വരണ്ടുപോയി. ഗ്രാമവാസികൾ വല്ലാതെ വിഷമത്തിലായി. ഈ വർഷം വിളവ് ഇല്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് എല്ലാവരും ചർച്ച ചെയ്തു. രാമു അച്ഛനോടൊപ്പം വയലിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ചെറിയ ഉറച്ച മിന്നുന്ന വിത്ത് കണ്ടു. അത് സാധാരണ വിത്ത് പോലെ തോന്നിയില്ല. അവൻ അത് വീട്ടിലെത്തിച്ച് അമ്മയ്ക്ക് കാണിച്ചു. അമ്മ പറഞ്ഞു, ഇത് എന്തോ പ്രത്യേക വിത്താണെന്ന് തോന്നുന്നു. പക്ഷേ വെള്ളമില്ലാതെ ഇത് എങ്ങനെ മുളയ്ക്കും? രാമു ഗ്രാമത്തിലെ മുതിർന്നവനായ പാപ്പാന്റെ അടുത്തേക്ക് പോയി. പാപ്പ പറഞ്ഞു, വിത്ത് നട്. പക്ഷേ ദിവസവും കുറച്ച് വെള്ളം ഒഴിക്കണം. ഒറ്റയ്ക്ക് നിനക്ക് കഴിയില്ല. എല്ലാവരെയും വിളിക്കും. പിറ്റേന്ന് രാവിലെ രാമു ഗ്രാമത്തിലെ എല്ലാ കുട്ടികളെയും, ആൺകുട്ടികൾ പെൺകുട്ടികൾ വിളിച്ചു. നമ്മുടെ ഗ്രാമത്തെ രക്ഷിക്കാം. ദിവസവും ഓരോരുത്തരും ഒരു വജ്രം വെള്ളം കൊണ്ടുവന്ന് ഈ വിത്തിന് ഒഴിക്കാം എന്ന് പറഞ്ഞു. ആദ്യം എല്ലാവരും ചിരിച്ചു. ഇത്ര ചെറിയ വിത്തിന് ഇത്ര കഷ്ടപ്പാടോ? ചിലർ പറഞ്ഞു. പക്ഷേ രാമുവും അവന്റെ സുഹൃത്തുക്കളും ദിവസവും രാവിലെ നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ചെറിയ മുള വന്നു. ഗ്രാമത്തിലെ മുതിർന്നവർ കണ്ട് അത്ഭുതപ്പെട്ടു. അവരും സഹായത്തിനു വന്നു. ചിലർ വെള്ളം കൊണ്ടുവന്നു, ചിലർ വളം ഇട്ടു, ചിലർ കളകൾ പറിച്ചു. മുഴുവൻ ഗ്രാമവും ഒന്നിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു മാസത്തിനു ശേഷം ആ ചെറിയ വിത്ത് ഒരു വലിയ മരമായി വളർന്നു. മരത്തിൽ രുചികരമായ വലിയ ഫലങ്ങൾ വന്നു. ആ ഫലങ്ങൾ വളരെ പോഷകമൂല്യമുള്ളതായിരുന്നു. ഗ്രാമവാസികൾ എല്ലാവരും പങ്കുവച്ചു. ആ ഫലങ്ങൾ വിറ്റ് ഗ്രാമത്തിന് നല്ല തുക ലഭിച്ചു. ആ വർഷം ഗ്രാമം വരളുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. രാമു തന്റെ ചെറിയ ശ്രമത്തിലൂടെ മുഴുവൻ ഗ്രാമത്തെയും മാറ്റിമറിച്ചു.